ഭൂമി എത്ര സുന്ദരമാണ്. പലപ്പോഴും ഭൂമിയിലെ സൗന്ദര്യത്തെ നാം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. പലപ്പോഴും നമ്മുടെ പ്രകൃതിയെ നാം തന്നെ ദ്രോഹിക്കാറുണ്ട്. ചപ്പുചവറുകളും പ്ലാസ്റ്റിക്കും ഒക്കെ നിക്ഷേപിച്ച് നമ്മുടെ പ്രകൃതിയെ പലപ്പോഴും നമ്മൾ അലങ്കോലമാക്കാറുണ്ട്. ഭൂമിയിലെ സുന്ദരമായൊരു സ്ഥലത്തെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് മോബ്ലൻസ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. മറ്റെങ്ങുമല്ല, കോട്ടയത്ത് നീരിക്കാട് എന്ന സ്ഥലത്തുള്ള തണലോരം എന്ന സ്ഥലം. ഇന്ന് അവിടെ ഒരു ആവശ്യത്തിനായി പോവുകയുണ്ടായി. അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും മോബ്ലൻസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. തണലോരം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അയർക്കുന്നം എന്ന സ്ഥലത്തിനടുത്ത് നിന്നും നീർക്കാട് റൂട്ടിലാണ് ഈ സ്ഥലമുള്ളത്. ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയത്. എത്ര മനോഹരമാണ് ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞറിയിക്കുവാൻ സാധിക്കത്തില്ലാത്തതിലും അതീതമാണ്. 1 മണിക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്ന സ്ഥലത്തും ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ വളരെ വലിയ തണുപ്പാണ്. കാരണം ഇല്ലിക്കാടും മുളങ്കാടും ഊഞ്ഞാലുകളും ഒക്കെയായി ആകെ മനോഹരമായ ഒരു സ്ഥലം. റെസിഡൻസ് അസോസിയേഷനൊക്കെ കൂടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇല്ലിക്കാടും മുളങ്കാടുമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ധാരാളം ആളുകൾ ഫോട്ടോ സെക്ഷനായും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കും വിനോദത്തിനുമൊക്കെയായി ഇവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ടെന്നാണ് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്. ഉച്ചസമയമായതുകൊണ്ടാണ് ഇവിടെ തിരക്ക് കുറവ്. വൈകുന്നേരം വളരെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ഒരു ഇല്ലിക്കാടും മുളങ്കാടും ഒക്കെ നമുക്കറിയാം, സിനിമകളിലൊക്കെ നമ്മൾ ഇതുപോലത്തെ നല്ല സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വളരെ പ്രസിദ്ധമായി വരുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോട്ടയം ജില്ലയിലെ ഇത്രയും മനോഹരമായൊരു പ്രദേശം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എത്ര സുന്ദരമാണ് ഇവിടുത്തെ സ്ഥലം, എത്ര വർണ്ണിച്ചാലും നമുക്കത് മതിയാകുകയില്ല. മീൻ പിടിക്കുന്ന അനേകം ആളുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കൽപ്പടവുകൾ പോലത്തെ പടവുകൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഇരുഭാഗങ്ങളും ചതുപ്പ് നിലമായതുകൊണ്ട് കുഞ്ഞു കുട്ടികളെയും കൂടി വരുന്നവർ ആ തീരത്തേക്ക് നമ്മുടെ ആ ഭാഗത്തേക്ക് അധികം പോകാതെ അല്പം മുൻപേക്ക് മാറി നടന്ന് വേണം ഇത് ആസ്വദിക്കുവാനായിട്ട്. എന്തായാലും ഒരു വളരെ വലിയൊരു നയന മനോഹര കാഴ്ച നമുക്ക് ഈ ഭാഗം സമ്മാനിക്കുമെന്നതിൽ തർക്കമില്ല. ഗോപകുമാർ. ഇപ്പോൾ ഇവിടെ നമ്മൾ മീൻ പിടിക്കുന്ന കിട്ടുന്നുണ്ടോ? മീൻ കിട്ടുന്നുണ്ട് ആണല്ലേ. നമ്മളെങ്ങനെ ഇത് ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടോ? ഒത്തിരി ആൾക്കാർ വരും, ഇഷ്ടംപോലെ ആൾക്കാർ നല്ല ഇതായിട്ട് നടക്കുന്ന ഒരു ഭാഗം ആണല്ലേ. ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഡെവലപ്മെന്റ് അങ്ങനെ വല്ലതും? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. വരാൻ സാധ്യതയുള്ള ടൂറിസ്റ്റുകാർ ഏറ്റെടുക്കേണ്ട ഒരു സ്ഥലമാണ് അല്ലേ? നല്ല നല്ല ഇതുമാണ്, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അവർക്കുള്ള ഇതൊന്നും ഇവിടെ വരുന്നില്ല. ചേട്ടനത് കൃഷിയൊക്കെയാണോ? എനിക്ക് കൂലിപ്പണിയാണ്. അല്ല, ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒന്ന് മീൻ പിടിക്കാൻ പരിപാടി പിടിക്കും, പണിയാത്ത സമയത്തൊക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ പ്രോത്സാഹിപ്പിക്കണം. കമൻറ്റുകളും ഒക്കെ ഇട്ടാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായും പോകണം. അതുവഴി പോകുന്ന സമയത്താണെങ്കിലും ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ പല ഇതുപോലത്തെ പ്ലേസുകളും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഈ ഒരു കാഴ്ചയുമൊക്കെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഈ സ്ഥലമൊന്ന് കാണണമെന്ന് പറയുകയാണ്.